ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊരു ചൂട് സഹിക്കാം. ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യാം. ഇനിയും ഫേസ് വാഷാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലൻസ് ചെയ്യുക. കഴുത്തിൻ്റെ പുറകും മറക്കാതെ ക്ലൻസ് ചെയ്യുക. അത് പറയാൻ കാരണം അപ്പുറത്ത് തങ്കപ്പൻ്റെ കഴുത്തല്ല, നമ്മുടെ കഴുത്ത് തന്നെയാണ്. അതുകൊണ്ട് നന്നായിട്ട് ക്ലൻസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വളരെ ചൂടാണ് ഗൈസ്, ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നന്നായിട്ട് അണ്ടർ ഐസിലും നന്നായിട്ട് നമ്മുടെ റിംഗ് ഫിംഗർ യൂസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം. ഫേസൊക്കെ വാഷ് ചെയ്ത് വന്ന് ഞാൻ ടവൽ യൂസ് ചെയ്ത് തുടച്ചു. നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽ 3 ദിവസത്തെ ഒഴിക്കുക കഴുകി ഫേസ് ടവൽ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ നമ്മുടെ അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ലൊക്കെ ഇട്ട് കൊടുക്കുക. അതും കഴുത്തിൻ്റെ പുറകിലും നമ്മൾ അപ്ലൈ ചെയ്യണം. മസ്റ്റായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ മറക്കരുത്. പിഗ്മെൻറ്റേഷനുള്ള കഴുത്താണെങ്കിൽ ഒരുപാടിട്ട് നിങ്ങൾ സ്ക്രബ് പോലത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യരുത്. ഓക്കെ, ഫാൻ ഇട്ടിട്ട് പോലും ചൂട് സഹിക്കാൻ വയ്യ ഗൈസ്, അതാണ് സത്യം. ഇനി അടുത്ത് നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ആയൂറിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്തത്. ഇത് 10 രൂപയാണ് കേട്ടോ. എത്ര വർഷം കൊണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതാണ് ഇഷ്ടവും, ഇതാണ് എനിക്ക് കുറച്ച് കംഫർട്ടബിളും. എനിക്ക് മേബലിൻ്റെ മറ്റേ ബേബി ലിപ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വിണ്ട് കയറി പൊട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത കോമ്പാക്റ്റിന് പകരം ഞാൻ ടാൽക്കൻ പൗഡറാണ് എടുക്കുന്നത്. കാരണം കോമ്പാക്റ്റ് നമ്മുടെ സ്കിന്നിന് അത്ര അല്ലല്ലോ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അത് നല്ലത്. ഞാനെപ്പോഴും ടാൽക്കൻ പൗഡറാണ് പ്രിഫർ ചെയ്തത്. ടാൽക്കൻ പൗഡർ അങ്ങനെ തോന്നിയാൽ മാത്രമേ ഇടാറുള്ളൂ. ഇപ്പം ഞാൻ സൺസ്ക്രീൻ ഇട്ടില്ല ഗൈസ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാനിത് ഈവനിങ് ഫംഗ്ഷനാണ്. പിന്നെ മാത്രമല്ല എൻ്റെ സൺസ്ക്രീൻ തീരാറായി. അപ്പോൾ ഞാൻ മൂക്കിൻ്റെ ചുറ്റും നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ണിൻ്റെ ചുറ്റും. കാരണം മൂക്കിൻ്റെ ചുറ്റും കണ്ണിൻ്റെ ചുറ്റുമൊക്കെ നല്ല വിയർക്കും ഗൈസ്. പിന്നെ ഒത്തിരി ഓയിൽനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസ് ഒന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ സ്പൂളിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഐബ്രോസ് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്താണ് കൊടുക്കുന്നത് ഗൈസ്. അപ്പോൾ കോമ്പാക്ട് പൗഡറിന് ക്ലാസ് എടുക്കാം. എന്നെ അതിൽ കാണാൻ തെറ്റാ. അപ്പോൾ ചെറിയൊരു കിറുക്ക് എന്നാണ് ഞാൻ അതിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡാസ്ലറിൻ്റെ ഐബ്രോ എന്തുമായിരുന്നു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കേണ്ട എനിക്ക് ഒരു നാച്ചുറൽ ലുക്ക്, എന്നാൽ ഒരു ഡാർക്കായിട്ട് തോന്നുകയും വേണം, എന്നൊരു നാച്ചുറൽ ലുക്കായിട്ട് ബ്രോസ് ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു പ്രിഫറൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു രീതിയിലാണ് എനിക്ക് ബ്രോസ് ചെയ്യാൻ താല്പര്യം. അപ്പോഴങ്ങനെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ ഈ ഫ്രണ്ടിലത്തെ പോർഷൻ ഉണ്ടല്ലോ, അവിടെ കുറച്ച് ലൈറ്റായിട്ട് നിങ്ങൾ ഒന്ന് വരച്ചു കൊടുത്ത് താഴെ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് വരച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം സെറ്റായിരിക്കും. ഫ്രണ്ടിലത്തെ പോർഷനിൽ അധികം വരയ്ക്കാൻ നിൽക്കരുത്. ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടാതെയാവും. എനിക്കൊരു നിഗബറൻ ലുക്കാണ് ഇപ്പോൾ തോന്നുന്നത് ഗൈസ്. കാരണം എൻ്റെ കയ്യിൽ സ്പൂളില്ലാത്തതുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാലും കുഴപ്പമില്ല, ഓക്കെ എന്ന് തോന്നുന്നു. അടുത്തത് ഡാസ്ലറിൻ്റെ ഐലൈനർ യൂസ് ചെയ്ത് ഞാൻ ഐലൈൻ ചെയ്യാൻ പോവാണ് ഗൈസ്. വളരെ തിന്നായിട്ട് ഐലൈൻ ചെയ്യുന്നുള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റാണ്, ഒരു മാക്സി ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ തിന്നായിട്ടാണ് ലൈൻ ചെയ്തത്. പിന്നെ മാത്രമല്ല എനിക്ക് ക്യാമറ നോക്കി ഐലൈൻ ചെയ്യാൻ ഭയങ്കര പാടും ഗൈസ്. അതുകൊണ്ട് കോമ്പാക്ട് പൗഡറിൻ്റെ ഗ്ലാസ്സിൽ നോക്കിയാണ് ഐലൈൻ ചെയ്യുന്നത്. പിന്നെ വാലും അധികം നമ്മൾ ഇടുന്നില്ല. ഇന്നർ കോർണേഴ്സ് ഞാൻ വരയ്ക്കുന്നുണ്ട്. കാരണം ഹുഡഡ് ഐസ് ആയതുകൊണ്ട്, കുഴിഞ്ഞ കണ്ണുകളായതുകൊണ്ടും, കുഴിഞ്ഞതാണെങ്കിലും തുറന്ന കണ്ണുകളാണ് ഗൈസ്, സ്വയം പോകുന്നതല്ല എന്നാലും. അപ്പോൾ നന്നായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്, ലൈൻ ചെയ്യുന്നുണ്ട്. ഒരു തിൻ ലൈനിങ് ആണ് കൊടുക്കുന്നത്. ബ്രഷിൽ എക്സസ് ആയിട്ടുള്ള നമ്മുടെ ഐലൈൻ ബ്രഷിൽ എക്സസ് ആയിട്ടുള്ള ഐലൈനർ അതിൽ കുറച്ച് ഇങ്ങനെ പയ്യെ നമ്മുടെ കുപ്പിയിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട്, ഞാൻ അതൊന്നും ആകുന്നില്ല ഗൈസ്, എനിക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ ധൃതിയിൽ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നർ കോർണേഴ്സിൽ കുറച്ച് നീട്ടി കൊടുക്കുക. നമ്മൾ ട്രഡീഷണൽ ലുക്കിൽ വരയ്ക്കുമ്പോൾ ഒരുപാട് നീട്ടണ്ട, കുറച്ച് നീട്ടി കൊടുത്താൽ മതി. പിന്നെ ആ ഒരു ഔട്ടർ കോർണേഴ്സിൽ കുറച്ചിങ്ങനെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ആദ്യം കുളമായി, എന്നാലും പിന്നെ കുറച്ചുകൂടി ഒന്ന് ശരിയാക്കിയപ്പോഴാണ് കറക്റ്റായത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്തത് നമ്മുടെ മൈ ഗ്ലാമിൻ്റെ ലിപ്പ് ലൈനർ ഇൻ ദ ഷെയ്ഡ് ബെറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ ഫിയാൻസി ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നന്നായിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് പിഗ്മെൻറ്റഡ് അല്ല ഈ ലിപ്സ്റ്റിക്ക്, ഈ ലിപ്പ് ലൈനർ. കാരണം ഒരുപാട് സ്വൈപ്പ് ചെയ്താലേ ഇതിനൊരു കളർ വരത്തുള്ളൂ. എന്നാലും അടിപൊളി ഷെയ്ഡാണ് ഗൈസ്. പിന്നെ ട്രാൻസ്ഫർ ആവുന്ന ടൈപ്പാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് തീരാറായി ഗൈസ്. ഷാഗി ലിപ്സ്റ്റിക്സിലെ ഏറ്റവും നല്ലൊരു ഷെയ്ഡാണ് ഇത്. ക്യാഷ്വൽ വെയറിന് എപ്പോഴും യൂസ് ചെയ്ത് തീർന്നു പോയി ഗൈസ്. ഇനി വാങ്ങണം. ഷാഗിയെ കുറ്റം പറഞ്ഞാലും ഷാഗി പൊളിയാ, ഷമ്മി പൊളിയാന്ന് പറയും പോലെ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം ഒരു ഐലൈനർ വെച്ച് തന്നെ ഒരു പൊട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓൾറെഡി മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സൊന്ന് ചെയ്തിട്ട് വരാം. എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു ഹെവി കമ്മലിട്ടത് പെയർ ചെയ്യാം. ഞാൻ മാലയൊന്നും കൊടുക്കുന്നില്ല, കാരണം കമ്മൽ ഹെവി ആയതുകൊണ്ട് മാല ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഗൈസ്. എൻ്റെ തലമുടിയിൽ ഒരുപാട് എണ്ണയുണ്ട്. അമ്മ പിടിച്ചിരുത്തി എണ്ണ തേച്ച് തന്നതാണ്. കാരണം അമ്മ നല്ല ഹെയർ കെയറിൽ ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ടും
ഒരുപാട് ഓയിൽനെസ് ആയിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ കാണുക. അപ്പോൾ പിന്നെ സമയമൊക്കെ ഞാൻ പോവാണ്. ടാറ്റ ബൈ ബൈ.